അതായത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ മകൻ, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൻ മുഹമ്മദ് എന്നിവരുടെ മകൻ ആയ ഉബൈദുല്ലാഹി തങ്ങളാണ് കപ്പല് പൊളിയുകയും അങ്ങനെ അതിനുശേഷം അവര് മുസല്ല ഉപയോഗിച്ചുകൊണ്ട് മുസല്ലയിൽ ഇരുന്ന് ആന്ത്രോത്ത് ദ്വീപുകാരുടെ വിചിത്രമായ വിശ്വാസം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രാധാന്യമുള്ള ദിനമാണ് വെള്ളിയാഴ്ച, നമുക്കറിയാം. എന്നാൽ ആ പവിത്രമായ ദിനത്തിനും അന്നത്തെ കർമ്മങ്ങൾക്കുമൊക്കെ കളങ്കം ചാർത്തിക്കൊണ്ട് ഒരു മിമ്പറിൽ 2 ഖുതുബകൾ നിർവഹിക്കാൻ വേണ്ടി മത്സരിക്കുകയും അടിപിടി കൂടുകയും ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളിൽ പലരും കണ്ടിരിക്കും. മുസ്ലിമീങ്ങൾ വെള്ളിയാഴ്ച ദിവസം ശാന്തമായി ഖുതുബ ശ്രവിക്കേണ്ട സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുകയും അടിപിടി ഉണ്ടാക്കുകയും ഉന്തും തള്ളും നടത്തുകയും ഒക്കെ ചെയ്യുന്ന വളരെ വേദനാജനകമായ ഒരു ദൃശ്യം. അത് മുസ്ലിം സമുദായത്തിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആരാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത്? വിവരമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ആളുകളാണല്ലോ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത്. വളരെ വേദനാജനകമാണ്. എന്തായാലും എന്തിനു വേണ്ടിയായിരുന്നു അത്? കേവലം ചില തർക്കങ്ങൾ മാത്രമായിരുന്നു അത്? ഒരിക്കലുമല്ല. മറിച്ച് അത് നടന്ന ആ ജുമഅത്ത് പള്ളിയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ചില വിശ്വാസ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ കൃത്യമായി അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ളത്, നാം ഗൗരവമായി മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ എന്താണ്, അവിടെയുള്ള ഗുരുതരമേറിയ വിശ്വാസ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം വിശദമായി ഇവിടെ ചർച്ച ചെയ്യുകയാണ്. ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളെല്ലാവരും ശ്രവിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ സംസാരത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. حتى يتبين لهم أنه الحق. സഹോദരങ്ങളെ, ഈ സംഭവം നടക്കുന്നത് ആന്ത്രോത്ത് ദ്വീപിലെ അതിപുരാതനമായ ഒരു ജുമഅത്ത് പള്ളിയിലാണ്. 2 പ്രശ്നങ്ങളാണ് അവിടെ നിലനിൽക്കുന്നത്. ഒന്ന് അധികാരത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ മറ്റൊന്ന് അതിലേറെ ഗൗരവമേറിയ വിശ്വാസവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രശ്നമാണ്. പണ്ടുകാലം മുതൽക്ക് തന്നെ ഈ പള്ളിയുടെ അധികാരത്തെ ചൊല്ലി 2 കുടുംബങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. കേസും തർക്കവുമൊക്കെയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പള്ളിയുടെ ഖത്തീബ് സ്ഥാനം ഒരു കൂട്ടർക്കാണെന്ന് പറഞ്ഞ് അവർക്ക് അനുകൂലമായ വിധി കിട്ടുന്നത്. അപ്പോൾ മറ്റേ കൂട്ടർ അത് അംഗീകരിക്കുന്നില്ല. അതിനെ ചൊല്ലി സംഘർഷങ്ങൾ ഉണ്ടാകുന്നു, വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നു, പല ഉരസലുകളും ഉണ്ടാകുന്നു. അതിൻ്റെ അവസാനത്തെ ഷോ ആണ് പള്ളിക്കകത്ത് വെച്ച് നമ്മളാ കണ്ടത്. കണ്ടില്ലേ സഹോദരങ്ങളെ, ആരാണിവർ? AP വിഭാഗമുണ്ട്, EK വിഭാഗമുണ്ട്, ത്വരീഖത്തുകാരുണ്ട്, ആലുവ ത്വരീഖത്തുകാരും 101 ത്വരീഖത്തുകാരുമുണ്ട്. രാഷ്ട്രീയവും കലർത്തിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വെള്ളിയാഴ്ച ദിവസം ജുമഅ നടക്കേണ്ട സമയം, മുഅ്മിനീങ്ങൾ വിശ്വാസികൾ ജുമഅ ശ്രവിക്കേണ്ട സമയം, പണ്ഡിതന്മാരാണെന്ന് പറയുന്ന ആളുകൾ, ജനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട ആളുകളാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത്? അധികാരത്തിനു വേണ്ടി. അധികാരം നഷ്ടപ്പെട്ടാൽ അവിടെയുള്ള ഭണ്ഡാരത്തിൽ നിന്നുള്ള ഷെയർ കിട്ടുകയില്ല. ആലോചിച്ച് നോക്കണം. അപ്പോൾ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയാണ് വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിൻ്റെ പവിത്രമായ ഭവനത്തിൽ ഈ ജുമുഅ ഈ നിലക്ക് ഇവർ ഫസാദാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എത്രമാത്രം സത്യമാണ്. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ റുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. പണ്ഡിത പുരോഹിതന്മാരിൽ നിന്ന് ധാരാളം ആളുകൾ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നുണ്ട്. അതെ, ധനം തിന്നാൻ വേണ്ടി, അന്യായമായി തിന്നാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്തു കൂട്ടിയത് എന്ന കാര്യം നമുക്കറിയാം.
എന്നിട്ട് അതിനുവേണ്ടി അവർ ചെയ്യുന്നത് എന്താണ്? വയസുദ്ദൂന അൻ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ അവർ തടയുകയും ചെയ്യുന്നു. സത്യമല്ലേ? ജുമഅ നമസ്കരിക്കാൻ വേണ്ടി വന്ന മുസ്ലിമീങ്ങളെയാണ് അത് നടത്താതെ അവിടെ മത്സരം കാണിച്ച് ആ ജുമഅ മുടക്കിയത്, അതല്ലെങ്കിൽ അത് നേരാങ്കോലത്തിൽ നടക്കാതെ പോയത്. അത്രമാത്രം സത്യമാണ്. ഇനി അതുമാത്രമാണോ? അതിലേറെ ഗൗരവമായ മറ്റൊരു വിഷയം അവിടെയുണ്ട്. അതെന്താണ്? ആ ജുമഅത്ത് പള്ളി, അതിനോടനുബന്ധമായ വേറൊരു മഖ്ബറയും അവിടെയുണ്ട്. അതവിടെയുള്ള ഒരു വലിയ തറവാട്ടുകാരുടെ ഉടമസ്ഥാവകാശത്തിലാണ്. പാട്ടക്കൽ തറവാട്ടുകാർ എന്നാണ് അവരറിയപ്പെടുന്നത്. ആ ഉടമസ്ഥാവകാശം അവർ മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല. പലപ്പോഴും അതിൻ്റെ ഉടമസ്ഥതയ്ക്ക് വേണ്ടി തന്നെ അവിടെ പല കേസുകളും തർക്കങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നാട്ടുകാരുമായി ഈ തറവാട് കേസ് നടത്തിയിട്ടുണ്ട്, അതല്ലെങ്കിൽ തർക്കം നടന്നിട്ടുണ്ട്. നാട്ടുകാർ ആ പള്ളി അവർക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ വിട്ടുകൊടുത്തിട്ടില്ല. അങ്ങനെ ജനങ്ങൾക്ക് ഇവർ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ തോന്നിവാസങ്ങളിൽ മടുപ്പുണ്ടായി അവസാനം അവിടെയുള്ള ആളുകൾ തന്നെ വേറെ 2-3 ജുമഅത്ത് പള്ളികൾ അവർ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എങ്ങനെയാണ് വിട്ടുകൊടുക്കുക? ജാറത്തിൽ വലിയ വരുമാനമല്ലേ, വലിയ ബിസിനസ്സല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ ജാറ വ്യവസായവും വിശ്വാസ ചൂഷണവുമാണ് നിലകൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലം ഒരു മിമ്പറിൽ അടിപിടി കൂടുന്നത് മാത്രമല്ല, അതിൻ്റെ പിന്നിലുള്ള വിഷയങ്ങൾ ഓരോന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ജാറത്തിൽ വലിയ വരുമാനമുണ്ട്. അതിൻ്റെ വരുമാനമൊക്കെ പറ്റുന്നത് ഈ കുടുംബക്കാരാണ്. കാരണം മറ്റുള്ള ദ്വീപുകളിൽ നിന്നൊക്കെ അവിടെ ആളുകൾ വരുന്നുണ്ട്. അതൊരു ഹബ്ബാണ്. അവിടെ വലിയ ഉറൂസും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ട്, വലിയ വരുമാനമുണ്ട്. എന്നിട്ടോ ഇവർ ചെയ്തു കൂട്ടുന്നതോ പൊളിഞ്ഞു വീഴാറായ ആ പുരാതനമായ ഒരു പള്ളി, ആ പള്ളി പോലും ഇവരൊന്ന് അറ്റകുറ്റപ്പണി നടത്തുകയോ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നില്ല. ഇത്രയും ക്യാഷ് ഇവരിതിൽ നിന്ന് പിരിച്ചെടുത്തിട്ടും അവസാനം അതിനുവേണ്ടി ജനങ്ങളെ ആശ്രയിക്കുന്ന ഒരവസ്ഥയാണ് അവിടെയുള്ളത്. ഒന്നാലോചിച്ച് നോക്കൂ. ഇനി മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ആ പള്ളിയോടനുബന്ധിച്ച് ഒരു മഖ്ബറയുണ്ട് എന്ന്. ആരുടെ മഖ്ബറയാണത്? ഉബൈദുല്ലാ തങ്ങളുടെ മഖ്ബറ. ആരാണ് ഈ ഉബൈദുല്ലാ തങ്ങൾ? ഞെട്ടരുത്, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരമകനാണത്രേ അത്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുസ്ലിമീങ്ങൾ ആദരിക്കുന്ന 1ാമത്തെ ഖലീഫ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരമകനാണത്രേ ഉബൈദുല്ല. ഇത് ഞാൻ പറയുന്നതല്ല, ഇവർ തന്നെ പറയട്ടെ, നമുക്കൊന്ന് കേൾക്കാം. ഉബൈദുല്ലാഹി തങ്ങൾ എന്ന് പറയുന്നത് താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. അതായത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ മകൻ, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൻ മുഹമ്മദ് എന്നവരുടെ മകൻ ആയ ഉബൈദുല്ലാഹി തങ്ങളാണ്. അതാണ് ഇത്രയും കാലത്തെ ചരിത്രങ്ങളും ഇത്രയും കാലത്തെ ആളുകളും പറഞ്ഞു വന്ന, ഒരിക്കലും ഒരു തരത്തിലും ഫാൾസ് ആകാൻ സാധ്യതയില്ലാത്ത ഒരു മുത്തവാത്തിറായ ഒരു ഖബറാണ് അത്. കേട്ടില്ലേ സഹോദരങ്ങളെ, മുസ്ലിയാരുടെ വിശദീകരണം മുത്തവാത്തിറാണ് എന്നാണ് പറയുന്നത്. അതായത് ഒരിക്കലും തെറ്റുപറ്റില്ല എന്ന നിലക്കാണ് ഈ മുസ്ലിയാർ പറയുന്നത്. ഇത് ഈ മുസ്ലിയാർ മാത്രമല്ല, ഇത് പ്രചരിപ്പിക്കുന്ന ഒരു വാറോലയും അവിടെയുണ്ട്. ഫുതുഹാത്തുൽ ജസായിർ എന്നാണ് അതിൻ്റെ പേര്, ഒരു ക്ഷുദ്രകൃതി. അതിലും അവിടെ ഈ മഖ്ബറയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്താണ് ഐതിഹ്യം? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ മുഹമ്മദ്, ആ മുഹമ്മദിൻ്റെ മകനാണത്രേ ഉബൈദുല്ല. ഈ ഉബൈദുല്ല ഒരിക്കൽ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ രാത്രി തഹജ്ജുദൊക്കെ നമസ്കരിച്ച് കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് ഒരു സ്വപ്നം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഉബൈദുല്ലയോട് പറഞ്ഞു പോലും, മോനെ നീ വേഗം കടൽ യാത്ര ചെയ്യണം, അതിൽ ഗുണമുണ്ട്. അങ്ങനെ 3 പ്രാവശ്യം ഈ സ്വപ്നം ആവർത്തിച്ച് കണ്ടപ്പോൾ ഉബൈദുല്ല നേരെ ഫജ്ർ നമസ്കാരം കഴിഞ്ഞ് ജിദ്ദയിലേക്ക് പോയി അവിടെ നിന്ന് കടൽ യാത്ര നടത്തി വാഹനം കയറി എന്നാണ് വാഹനം കയറുന്നത്. ഈ ഡേറ്റ് നിങ്ങൾ എൻ്റെ സംസാരം അവസാനിക്കുന്നത് വരെ മനസ്സിൽ സൂക്ഷിക്കണം. ഹിജറ 41 ഈ ഉബൈദുല്ല ജിദ്ദയിൽ നിന്ന് ഈ ദ്വീപിലേക്ക് വാഹനം കയറുന്നത്. അങ്ങനെ അയാൾ ആ കടൽ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് യാത്ര ചെയ്തപ്പോൾ അയാൾ സഞ്ചരിക്കുന്ന വാഹനം കാറ്റടിച്ച് പൊളിഞ്ഞുപോയി എന്നാണ്. അങ്ങനെ പിന്നെ ഒരു മരത്തിൻ്റെ പലകയിൽ, കപ്പലിൻ്റെ ഒരു മരത്തിൻ്റെ പലകയിൽ അയാൾ യാത്ര ചെയ്തിട്ടാണ് ഈ ദ്വീപിലെത്തിയത്. മറ്റൊരു റിവായത്ത് പ്രകാരം ഒരു മുസല്ല കടലിൻ്റെ മുകളിൽ വിരിച്ച് ആ മുസല്ലയിൽ യാത്ര ചെയ്തിട്ടാണത്രേ ഇയാൾ അമിനി ദ്വീപിലെത്തിയത് എന്നാണ് ഈ ഐതിഹ്യത്തിൽ, ഈ ക്ഷുദ്രകൃതിയിൽ പ്രചരിപ്പിക്കുന്നത്.
ഈ മുസ്ലിയാർ തന്നെ പറയുന്നുണ്ട്. അത് നമുക്കൊന്നുകൂടെ കേൾക്കാം. ആദ്യമായി ചെന്നെത്തിയത് അമിനിയിലാണ്. അപ്പോൾ കപ്പല് പൊളിയുകയും അങ്ങനെ അതിനുശേഷം അവര് മുസല്ല ഉപയോഗിച്ചുകൊണ്ട് മുസല്ലയിലിരുന്ന് കടൽ സഹായിക്കും. ഹിജ്റ 41 ചരിത്രം അനുസരിച്ച് ഹിജ്റ 41 അവർ മദീനയിൽ നിന്ന് ഇവിടെ വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മദീനയിൽ ആഭ്യന്തര കലാപം നടക്കുന്ന സമയങ്ങളിൽ ഇതിലൊന്നും ബന്ധപ്പെടാതെ മദീനയിൽ ഇബാദത്തിൽ മുഴുകുന്ന അവർക്ക് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിലൂടെ ബന്ധപ്പെടുകയായിരുന്നു. അങ്ങനെ 3 പ്രാവശ്യം ആ സ്വപ്നം ആവർത്തിച്ചതിന് ശേഷം മദീന വിട്ട് ഈ ലക്ഷദ്വീപിലേക്ക് വരികയാണ്. എങ്ങനെയുണ്ട്? കേട്ടില്ലേ സഹോദരങ്ങളെ മുസ്ലിയാരുടെ വിശദീകരണം? ആന്ത്രോത്ത് ദ്വീപുകാരുടെ വിചിത്രമായ വിശ്വാസം. ലോകത്ത് എവിടെയും നമുക്ക് ഈ രൂപത്തിലുള്ളൊരു വിശ്വാസത്തെ കാണാൻ കഴിയില്ല. ഇതിവർക്ക് മാത്രമുള്ളതാണ്. ശുദ്ധമായ കളവാണ് ഈ പറയുന്നത്. ഇതേപോലെയുള്ള ഐതിഹ്യങ്ങളും കെട്ടുകഥകളും ഉണ്ടാക്കിയിട്ടാണ് പല ജാറങ്ങളും നമ്മുടെ നാട്ടിൽ ഈ രൂപത്തിലുള്ള ചൂഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ പച്ചക്കളവിനെ നമുക്ക് പൊളിച്ചു കൊടുക്കേണ്ടതുണ്ട്. ചരിത്രത്തിൻ്റെ കൃത്യമായ പിൻബലത്തോടുകൂടെ ശരിയായ രേഖയുടെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് അല്പനേരം അബൂബക്കർ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ചരിത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കണം സഹോദരങ്ങളെ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് മുഹമ്മദ് എന്ന കുഞ്ഞ് ജനിക്കുന്നത് എപ്പോഴാണ്? നിങ്ങൾ ഓർത്തു വെച്ചോ, ഹിജറ 10-ാം വർഷം ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിലാണ് മുഹമ്മദ് എന്ന കുട്ടി ജനിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന് വേണ്ടി മദീനയിൽ നിന്ന് ധാരാളം സഹാബിമാരൊന്നിച്ച് മക്കയിലേക്ക് പോകുകയാണ്. അങ്ങനെ ഇഹ്റാം ചെയ്യുന്നതിന് വേണ്ടി മദീനക്കാരുടെ മീഖാത്തായ ദുൽഹുലൈഫയിൽ അള്ളാഹുവിൻ്റെ റസൂലും അനുചരന്മാരും ഇറങ്ങുന്നു. കൂട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹയുമുണ്ട്. അവിടെ വെച്ച് അസ്മക്ക് പ്രസവവേദന അനുഭവപ്പെടുകയാണ്. അങ്ങനെ മക്കയുടെയും മദീനയുടെയും ഇടയിൽ വെച്ച് ദുൽഹുലൈഫയിൽ അസ്മ പ്രസവിക്കുകയാണ്. ആ കുഞ്ഞിനെ പ്രവാചകനെടുത്ത് ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന പേരിട്ടു. അബുൽ ഖാസിം എന്ന വിളിപ്പേരും നൽകി. അതിനൊക്കെ ഒരു ചരിത്രമുണ്ട്, ഞാൻ അവിടേക്ക് പോകുന്നില്ല. അങ്ങനെ ആ കുട്ടിക്ക് 3 വയസ്സ് പ്രായമാകുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്താകുകയാണ്. പിന്നീട് മുഹമ്മദ് എന്ന കുഞ്ഞിനെ വളർത്തുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ്. അങ്ങനെ ഹിജറ 35-ാമത്തെ വർഷത്തിൽ ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കി. ഹിജറ 35-ാമത്തെ വർഷമായപ്പോൾ അലി റളിയല്ലാഹു അൻഹു ആ കുഞ്ഞിന് വിവാഹം ചെയ്തു കൊടുത്തു. അപ്പോൾ എത്രക്കാണ് മുഹമ്മദ് വിവാഹം ചെയ്യുന്നത്? ഹിജറ 35-ലാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇത് പ്രചരിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാരോടും അതുപോലെ തന്നെ ഫുതുഹാത്തുൽ ജസാഇർ എന്ന ശുദ്ധകൃതി എഴുതി ജാറ വ്യവസായം നടത്തിയ ആ എഴുത്തുകാരനോടും ഞാൻ ചോദിക്കട്ടെ, ഹിജറ 35-ൽ വിവാഹം ചെയ്യുന്ന ഒരാൾക്ക് ഹിജറ 41 ആകുമ്പോഴേക്ക് മദീനത്തെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹറമിൽ പോയി രാത്രി തഹജ്ജുദ് നമസ്കരിച്ച് അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു വയസ്സായ മനുഷ്യനെ, അതല്ലെങ്കിൽ ഒരു മധ്യവയസ്കനായ മനുഷ്യൻ, ആ മനുഷ്യനായ അങ്ങനെയുള്ള ഒരു കുട്ടി എങ്ങനെ ഉണ്ടാകും എന്നത് ഒരു ചോദ്യമല്ലേ? ഹിജറ 35-ലാണ് വിവാഹം കഴിക്കുന്നത്, 41-ലാണ് വാഹനം കയറുന്നത്, അല്ലേ? അപ്പോൾ ഹിജറ 35-ൽ വിവാഹം ചെയ്ത ഒരാൾക്ക് 41-ൽ വാഹനം കയറാൻ മാത്രം, മദീനത്തെ പള്ളിയിൽ രാത്രി തഹജ്ജുദ് നമസ്കരിക്കാൻ മാത്രം വലിപ്പമുള്ള പ്രായമുള്ള, അതിനു മാത്രം മധ്യവയസ്കനായ ഒരാൾ എങ്ങനെ ഉണ്ടാകും? അസംഭവ്യമായ കാര്യമാണ്, അസംഭവ്യമായ കാര്യമാണ്. പച്ചക്കളവാണ് പറയുന്നത്. ഇനി മാത്രമല്ല, രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കണം, ഹിജറ 10-ലാണല്ലോ മുഹമ്മദ് ജനിക്കുന്നത്. ആ ഹിജറ 10-ൽ ജനിച്ച് 38-ലാണ് അദ്ദേഹം വഫാത്താകുന്നത്. 35-ൽ വിവാഹം കഴിച്ചു 3-ാമത്തെ വർഷം 38-ൽ അദ്ദേഹം വഫാത്താകുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഈജിപ്തിലെ ഗവർണറായി അദ്ദേഹത്തെ ഈജിപ്തിലേക്ക് അയക്കുകയാണ്. അങ്ങനെ ഈജിപ്തിലെത്തി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം അവിടെ കൊല്ലപ്പെടുകയാണ്. അപ്പോൾ ഹിജറ 10-ൽ ജനിച്ച് 38-ൽ വഫാത്താകുകയാണ്. എത്രയാണ് പ്രായം? വെറും 28 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാൾക്ക് ഹിജറ 41 ആകുമ്പോഴേക്ക് ഇങ്ങനെ കടൽ യാത്ര നടത്തി ഈ ദ്വീപിലെത്താൻ മാത്രം വലിപ്പമുള്ള ഒരു മകൻ എങ്ങനെയുണ്ടാകും? മുസ്ലിയാക്കന്മാരോട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം അവർക്ക് പ്രമാണങ്ങളൊന്നും വിഷയമല്ലല്ലോ, മുത്തവാത്തിറാണ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ മണ്ടത്തരം 2. ഇനി 3-ാമത്തെ ഈ വിഷയത്തിലുള്ള കളവെന്താണെന്നറിയുമോ? മുഹമ്മദിന് ഉബൈദുള്ള എന്ന് പറയുന്ന ഒരു മകൻ തന്നെയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? ഇത് പ്രചരിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാരെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ
മുഹമ്മദ് എന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ മുഹമ്മദിന് ഉബൈദുള്ള എന്ന് പേരുള്ള ഒരു മകനുണ്ടെന്ന് ചരിത്രത്തിൻ്റെ സത്യസന്ധമായ രേഖയിലൂടെ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയൂല. അദ്ദേഹത്തിനാകെ 2 മക്കൾ മാത്രമേ ഉള്ളൂ. ആ 2 മക്കളും അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അവരെ പോറ്റി വളർത്തിയത് ആയിഷ റളിയല്ലാഹു അൻഹയായിരുന്നു. ചരിത്രം ഒന്ന് വായിക്കേ. ആദ്യത്തെ മകൻ്റെ പേര് ഖാസിം എന്നാണ്. ഹിജ്റ 36 ഖാസിം ജനിക്കുന്നത്. അദ്ദേഹം മദീനത്ത് അറിയപ്പെടുന്ന ഒരു പ്രമുഖനായ പണ്ഡിതനായിരുന്നു. പിന്നീട് ഒരു മകൻ ജനിച്ചു. ആ മകൻ്റെ പേര് അബ്ദുള്ളയാണ്. അദ്ദേഹം ഹിജ്റ 38 ജനിക്കുന്നത്. മരിക്കുന്നത്, വഫാത്താകുന്നത്, അതല്ലെങ്കിൽ മരിക്കുന്നത്, കൊല്ലപ്പെടുന്നത് ഹിജ്റ 63 ഇവർ 2 പേരും, ഖാസിമും അബ്ദുള്ളയും, റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ വരെ ഹദീസിൻ്റെ കിതാബുകളിൽ കാണാൻ കഴിയും. എന്നാൽ ഉബൈദുള്ള എന്ന് പറയുന്നൊരു മകനോ അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഹദീസോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചരിത്ര പരാമർശങ്ങളോ മുഹമ്മദ് എന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അപ്പോൾ കളവാ പറയുന്നത്, ഇല്ലാത്ത മകൻ. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പേരിലും മകൻ്റെ പേരിലും അതേപോലെ ഇല്ലാത്ത മകനും ഒക്കെ കളവ് കെട്ടിച്ചമക്കുകയാണ്. ഈ മാത്രമല്ല, ഇത് ഐതിഹ്യമാണ് എന്നത് ഈ ചരിത്രം കേട്ടാൽ തന്നെ, ഇവർ ഈ പ്രചരിപ്പിക്കുന്നത് കേട്ടാൽ തന്നെ മനസ്സിലാകും. നിങ്ങൾ നോക്കൂ, കപ്പൽ പൊളിഞ്ഞിട്ട് അതിൻ്റെ ഒരു പലക എടുത്തിട്ട് അതിൻ്റെ പലകൻ്റെ മേലാണ് തിരമാലകളൊക്കെ തരണം ചെയ്ത് ദ്വീപിലെത്തിയത്. വിശ്വസിക്കാൻ പറ്റുമോ? അതേപോലെ മറ്റൊരു റിവായത്ത് പ്രകാരം മുസല്ലി കടലിൻ്റെ മുകളിൽ വിരിച്ചിട്ട് അതിൽ യാത്ര ചെയ്തിട്ടാണ് അമിനി ദ്വീപിലെത്തിയത് എന്നാണ്. ഈ ഐതിഹ്യങ്ങളാണ്, കെട്ടുകഥകളാണ്. കേൾക്കുമ്പോൾ തന്നെ പ്രഥമ ദൃശ്യം തന്നെ തള്ളിക്കളയേണ്ടി വരും, അല്ലേ? മാത്രമല്ല, ഈ ഉബൈദുള്ള അമിനി ദ്വീപിലെത്തിയപ്പോൾ അവിടുന്നാണ് വിവാഹം ചെയ്തത്. പിന്നെ അന്ത്രോത്ത് ദ്വീപിലേക്ക് പോയി എന്നാണ്. ഏതാണെങ്കിലും അമിനി ദ്വീപിലെത്തിയപ്പോൾ ഇദ്ദേഹത്തിന് ഈ ദ്വീപുകാരോട് എങ്ങനെ ആശയവിനിമയം നടത്തി? അമിനിക്കാരുടെ ഭാഷ ഇദ്ദേഹത്തിന് അറിയുമെന്നോ? അതിന് രേഖണ്ടോ? മാത്രമല്ല, ഇദ്ദേഹം അറബിയിലാണ് സംസാരിച്ചതെങ്കിൽ ഇവരെങ്ങനെയാണ് അപ്പോൾ അമിനിക്കാർക്ക് അറബി ഭാഷ അറിയുമോ? അതൊന്നും വിശ്വാസയോഗ്യമല്ല, ഒന്നും വിശ്വാസയോഗ്യമല്ല. അപ്പോൾ ഇത്തരം കെട്ടുകഥകളും അതേപോലെ തന്നെ ഭീമമായ വിശ്വാസ പ്രശ്നങ്ങളും ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കേവലം മിമ്പറിൽ ഉള്ളൊരു പ്രശ്നം മാത്രമല്ല ഇത്, മറിച്ച് ഗുരുതരമായ വിശ്വാസ പ്രശ്നങ്ങളുണ്ട്. മഹാനായ മുസ്ലിമീങ്ങൾ ആദരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലും കുടുംബത്തിൻ്റെ പേരിലും അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിലും അതേപോലെ തന്നെ ഇല്ലാത്ത മകനെ കെട്ടിച്ചമക്കലും അങ്ങനെ അതിൻ്റെ പേരിൽ ജാറ വ്യവസായം നടത്തലും അതിനുവേണ്ടി അടിപിടി കൂടലും അതിനുവേണ്ടി കേസുണ്ടാക്കലും അതിനുവേണ്ടി പ്രശ്നങ്ങളുണ്ടാക്കുകയും അങ്ങനെ സുന്ദരമായ ഇസ്ലാമിനെ വിശ്വാസപരമായും അതേപോലെ മറ്റുള്ള രീതിയിലുമൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവരുടെ ഈ പ്രവർത്തനം കാരണമായി കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ഇവരെ അനുകൂലിക്കുന്ന ആളുകൾക്ക് തന്നെ മടുപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു വളരെ വേദനാജനകമായ സംഗതിയാണ്. ഇസ്ലാമികമായി വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം ജാറ വ്യവസായങ്ങൾക്കെതിരെ നമ്മൾ പ്രതികരിക്കണം. എന്നിട്ട് സത്യം മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ദീനല്ല ഇത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം അനാചാരങ്ങൾക്കെതിരെ, ഇത്തരം സ്വാർത്ഥലാഭങ്ങൾക്കെതിരെ, ഇത്തരം ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ രംഗത്ത് വരാൻ ഇത് കേൾക്കുന്ന ഓരോരുത്തരും തയ്യാറാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സത്യം മനസ്സിലാക്കാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.